ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സൂറത്ത് വന്നിട്ട് കഴിച്ചിട്ടുള്ള ഫുഡുകളുടെ ചെറിയൊരു ക്ലിപ്പാണ് ഉള്ളത്. വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു വണ്ടിയിലുണ്ടായിരുന്നത് ലസ്സി, അതുപോലെ തന്നെ ബദാം ഷേക്കും ഫ്രൂട്ട് സാലഡും ആണ് കേട്ടോ. നമ്മൾ ഇവിടെ സൂറത്ത് വന്നിട്ട് ഒരു ദിവസം പോലും മിസ് ചെയ്യാത്തൊരു ഡ്രിങ്കാണ് ബദാം ഷേക്ക് കേട്ടോ. അത്രയ്ക്കും അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. 100ൽ 100 മാർക്ക് നമ്മളിത് കൊടുത്തിരിക്കും. നമ്മൾ ഒരു ദിവസം തന്നെ 3ഉം 4ഉം പ്രാവശ്യമൊക്കെ ഇത് കുടിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്. ഫ്രൂട്ട് സാലഡും നമ്മൾ എപ്പോഴെങ്കിലും കഴിക്കാറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബദാം ഷേക്കാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് വരുന്നത് 50 രൂപ റേറ്റാണ് കേട്ടോ വരുന്നത്. അത്രയ്ക്കും ടേസ്റ്റുമാണ്, അത്രയ്ക്കും ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട്. അടുത്ത ഫുഡ് നമ്മൾ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്ന ലോച്ചോ ആണ് കേട്ടോ. ഈ ലോച്ചോ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അവിടെ ചെന്നിട്ട് പലതരം ലോച്ചോകൾ ഞങ്ങളിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചു, ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന ലോച്ചോ ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചീസ് ബട്ടർ ലോച്ചോ ആണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം നമ്മളതൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ പേര് അവിടെ നിന്ന് വിളിച്ചു. അങ്ങനെ നമ്മൾ ആ സാധനം പോയി കൈപ്പറ്റി ഗൈസ്. പക്ഷെ ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ ഇതിൻ്റെ മുകളിൽ നല്ല ചീസും ബട്ടറും അതുപോലെ തന്നെ ഇതിൽ നല്ല ചട്നിയും ഒണിയനൊക്കെ ആക്കി തന്നപ്പോൾ ഇത് എന്തുവാ സമയം. ഞാൻ ശരിക്കും വിചാരിച്ചത് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് സ്വീറ്റ് അല്ല. ഇത് നമ്മളെ ഉപ്പുമാവില്ലേ, ശരിക്കും ആ സംഭവമാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ചീസും ബട്ടറും ഒക്കെ ഇവർ ഇത് ചെയ്ത് തന്നതാണ്. ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉപ്പുമാവ് അത് തന്നെയാണ്. റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കില്ല, ആ ഒരു സംഭവമാണ്. അതിൽ നമ്മളിത് സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ നല്ല ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്. പക്ഷെ ഈ ചട്നി കൂട്ടിയിട്ട് നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് ഉപ്പ് ഫീൽ ചെയ്യുന്നില്ല. ചട്നിയിൽ ഉപ്പില്ലാത്തത് കൊണ്ടായിരിക്കാം ശരിക്കും. പക്ഷെ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ എത്തുമ്പോൾ ലോച്ച കഴിക്കണം വയ്ക്കുമ്പോൾ അങ്ങോട്ട് കയറിയേ വേണ്ട എന്ന് പറയും. അത്രയും ഫ്ലോപ്പായിരുന്നു കേട്ടോ ഫുഡ് എന്ന് പറയുന്നത്. നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇത്. അടുത്ത നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് റോയൽ ഫലൂദ ആണ് കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് നല്ല വേർത്തായിട്ട് കഴിക്കാൻ പറ്റിയ ചില ഫുഡുകളുണ്ട്. ചിലത് നമ്മൾ കഴിക്കുമ്പോൾ ഭയങ്കര ഫ്ലോപ്പ് ആവാറുണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ അവരെ ഫുഡ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ചിലതിൽ ഉപ്പുണ്ടാവില്ല, മധുരം ഏറ്റവും കൂടുതൽ മധുരമായിരിക്കും, അങ്ങനെയൊക്കെയാണ്. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് സൂറത്ത് തന്നെ വൺ ഓഫ് ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ. മോഹൻ മിഠായി എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ്. ഇവിടുത്തെ കേസർ ബദാം പിസ്ത ഗാരി ആണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവം നല്ല മധുരമാണ്. പിന്നെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെടും. ഞാൻ അത്ര മധുരപ്രേമിയല്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തോ ഒരു മന്ത് പിടിക്കും. ഓവർ മധുരം കഴിക്കാൽ ഒരു മന്ത് പിടിക്കില്ല, അങ്ങനെ ആയിരുന്നു എനിക്ക്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. മധുരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരിക്കലും ഇത് മിസ് ചെയ്യില്ല അവർ, അത്രയും ടേസ്റ്റ് ഉണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ മിഠായികൾക്കൊക്കെ അത്രയ്ക്കും റൈറ്റും ഉണ്ട്. ഈ ഒരു പീസിന് തന്നെ റൈറ്റ് നമുക്ക് വന്നത് ഭയങ്കരമായിരുന്നു കേട്ടോ. നല്ല റേറ്റ് വരുന്നുണ്ട്. 100ൻ്റെ മേലേക്ക് അങ്ങനെ എന്തോ റേറ്റ് അതിന് വന്നിട്ടുണ്ടായിരുന്നു ഒരു പീസിന്. പക്ഷെ ഇത് 1 kgക്ക് റേറ്റ് വരുന്നത് 1000ൻ്റെ മേലെയാണ് കേട്ടോ. ഇവിടുത്തെ ഓരോ ഇതിനും റേറ്റ് 1000ൻ്റെ മേലെ വരുന്നുണ്ട്. ഈ മിഠായി കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. സൂറത്ത് പോകുന്നവർ ഈ മോഹൻ മിഠായി എന്ന് പറയുന്ന ഷോപ്പൊന്ന് സന്ദർശിക്കാം. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ചാർക്കോൾ ഷവർമ്മ ആണ് കേട്ടോ. ഷവർമ്മയുടെ കാര്യം പറയണ്ട. ഷവർമ്മ ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയുക, സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഷവർമ്മയ്ക്ക് പ്രൈസ് വരുന്നത് 100 ആയിരിക്കില്ല. ഒരു റോളിന് വരുന്നത് 100 അല്ലെങ്കിൽ 80 രൂപ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഷവർമ്മയുടെ റേറ്റ് എത്ര വരുന്നത്? 20 രൂപ, 30 രൂപ, 50 രൂപ. അതിൻ്റെ മുകളിലേക്ക് ഷവർമ്മയുടെ പ്രൈസ് നമ്മൾ കണ്ടിട്ടില്ല. അത്രയ്ക്കും ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ ഒരു ഷവർമ്മ നമുക്ക് 2 പേർക്ക് കഴിക്കാം. ഒരു 50 രൂപയുടെ ഷവർമ്മ 2 പേർക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തത് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളത് ചിക്കൻ ചില്ലിയാണ് കേട്ടോ.
ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കോലിൽ കുത്തിയിട്ടാണ് കേട്ടോ ഇവർ ഇവിടെ വെക്കുന്നത്. അത് ഹാഫ് കുക്ക് ചെയ്തിട്ടാണ് ഇവർ വെക്കുന്നത്. പിന്നെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏതാ വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്താക്കും ഇവർ എടുത്തിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ നമുക്കിത് തരുന്നത്. നമ്മളത് നമുക്ക് ഏതാ വേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്നും കൂടി ആ വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടെടുക്കും. നല്ല കുക്ക് ചെയ്തിട്ടെടുക്കും. കണ്ടോ, ഇവിടുത്തെ ഷവർമ്മയ്ക്കൊക്കെ റേറ്റ് വരുന്നുണ്ട് 20 രൂപ, 30 രൂപ, 50 രൂപ, അത്ര റേറ്റേ വരുന്നുള്ളൂ. അങ്ങനെ നമുക്ക് ആ സംഭവം നമ്മുടെ കയ്യിലെത്തി കേട്ടോ, പൊരിച്ചിട്ട് എത്തി. ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ഒരു സോസ് ഉണ്ട്. ഇത് പുളി ഒക്കെ പിഴിഞ്ഞിട്ട് തരുന്ന ഒരു പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സോസാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായ സോസ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു പീസിന് റേറ്റ് വരുന്നത് 30 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 2 പീസ് വാങ്ങിച്ചു. ഒന്ന് എനിക്കും ഒന്ന് എൻ്റെ കൂടെയുള്ള ആക്കും. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് കോൾഡ് കൊക്കോ ആണ് കേട്ടോ. ഇത് കൊക്കോ പൗഡറും അതുപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഇവരിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ തരുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു ആവറേജ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും വലിയ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഇതിൽ വലിയ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതല്ല കേട്ടോ, ഇതിൽ ഐസ് ക്യൂബാണ് ഞാൻ ഈ കടിച്ച് വിഴുങ്ങുന്നത്. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെയാണ് ഞാൻ അവിടെ പറഞ്ഞതും. ഒരു ആവറേജ്, വലിയ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക്. പക്ഷെ കൂടുതലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, അവർ പറഞ്ഞു കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് എന്ന് തന്നെ പറയുന്നത്. പിന്നെ നമ്മൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കയാണ് കേട്ടോ. പിന്നെ നമ്മൾ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലൊരു ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മൾ വന്ന് പെട്ട ഒരു സാധാരണ മലയാളി ഒരു ഹോട്ടലിലാണ് കേട്ടോ. അവിടുത്തെ ട്രൈ ചെയ്ത് സാദാ ചോറും നല്ല നെല്ലിക്ക അച്ചാറും പിന്നെ എന്തോ ഒരു കറിയും പയറുപ്പേരിയും പപ്പടും പിന്നെ ബീഫും ഒക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ചോറും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. സാദാ ചോറ് നമുക്ക് കുറേ ദിവസത്തിന് ശേഷം സാദാ ചോറ് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലെ നാടൻ ഭക്ഷണം കിട്ടുമ്പോൾ ഉള്ള ആ ഒരു ആക്രാന്തം ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെൻ്റെ കഴിക്കിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ആസ്വദിച്ചിട്ടാണ് ഞാനത് കഴിച്ചിട്ടുള്ളത്. അടുത്ത നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ചീസ് റോളും കച്ചോടിയാണ് കേട്ടോ. ചീസ് റോളിൻ്റെ കൂടെ നമ്മളെ നാട്ടിൽ ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഈ കച്ചോടി ഞാൻ ടൊമാറ്റോ സോസിൽ കൂട്ടിയിട്ടാണ് കഴിച്ചത്. ഈ കച്ചോടിയുടെ കൂടെ ഒരു സോസ് വരുന്നുണ്ട്, പിന്നെ ശർക്കരയും പിന്നെ അതുപോലെ തന്നെ നല്ല എരിവൊക്കെ ആയിട്ട് ഒരു സോസ് വരുന്നുണ്ട്. എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ടൊമാറ്റോ സോസിൽ കൂട്ടി കഴിച്ചിട്ടാണ് കേട്ടോ കച്ചോടി ഫിനിഷ് ചെയ്തത്. രണ്ടും ഒരു കുഴപ്പമില്ല, ഒരു ആവറേജ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മളെ കൂടെ വന്നവർക്കൊക്കെ കച്ചോടി ഭയങ്കര ഇഷ്ടമായിട്ടോ. എനിക്കിത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കഴിച്ച സമയത്ത് ഇതിൽ അത്ര സ്വീറ്റ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുന്ന്. അവിടുന്ന് കച്ചോടി കഴിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ഇതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇത് നമ്മൾ റൂമിലേക്ക് വാങ്ങി കൊടുക്കുന്ന ഫുഡായിരുന്നു കേട്ടോ. ചപ്പാത്തിയും ഷവർമയും അതുപോലെ തന്നെ ചിക്കൻ തന്തൂരി ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് വേർത്തായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നു. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് താലിയാണ്. താലി ചിക്കൻ ഫിക്സ് താലിയാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കൻ ഫിക്സ് താലിയിൽ ഉണ്ടായിരുന്നത് 2 ടൈപ്പ് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഒന്ന് നല്ല ഗ്രേവി ഉണ്ടായിരുന്നു, അടുത്തത് കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു ചിക്കൻ ഇതുണ്ടായിരുന്നു കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും വെച്ച് നമ്മൾ ചോറ് കഴിക്കാനും ചപ്പാത്തി കഴിക്കാനും ഒക്കെ അടിപൊളിയായിരുന്നു. രണ്ടും വെച്ച് ഞാൻ ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചോറ് വെച്ച് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ ചപ്പാത്തി വെച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കഴിച്ചു. അതും ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചുട്ട പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ. നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മൾ ചെറുതാണ സമയത്താണോ നമ്മൾ ചുട്ട പപ്പടം കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴിക്കുന്നത് ഞാനിതാ ഇപ്പോഴാണ് ചുട്ട പപ്പടം കഴിക്കുന്നത്.
പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല മലബാർ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ തീരെ ചൂടൊന്നുമില്ലായിരുന്നു കേട്ടോ. ഫുഡ് തീരെ ചൂടില്ലായിരുന്നു. പിന്നെന്ന് വെച്ചാൽ എന്താ പറയുക, എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുമില്ല. റൈസ് തീരെ വെന്തിട്ടില്ല. വേറെ എന്തൊക്കെയൊക്കെയോ എനിക്ക് അതിൽ ഒരു മാറ്റങ്ങൾ ഫീൽ ചെയ്തു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് വരുന്ന വഴി നമ്മളൊരു ജ്യൂസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോപ്പിൽ കയറിട്ടോ. ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് ബദാം ഷേക്കാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ വണ്ടിക്കാരെ കയ്യിൽ നിന്ന് ബദാം ഷേക്ക് കഴിക്കാറുണ്ട്. പക്ഷെ അത്ര അങ്ങോട്ട് എനിക്ക് ടേസ്റ്റ് ഫീൽ ചെയ്തില്ല കേട്ടോ ഈ ഒരു ബദാം ഷേക്കിന്. ഒരു ആവറേജ്. നമ്മൾ ഫസ്റ്റൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന സ്ഥിരമായിട്ട് കഴിക്കുന്ന നമ്മൾ വണ്ടിക്കാരൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അവരുടെ അടുത്ത് നിന്ന് കഴിക്കുമ്പോൾ. പക്ഷെ ഇതിലെന്തോ ഒരു വേറെ എന്തൊക്കെയോ ഒരു ഫീല് എനിക്ക് ചെയ്തു. അടുത്തതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാഷ്യൂ ബനാന ഗുൽക്കന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ജ്യൂസാണിത്. ഇത് ഇളക്കള കണ്ടപ്പോൾ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. 5 പൈസക്ക് പറ്റിയിരുന്നില്ല കേട്ടോ എനിക്കിത്. പിന്നെ ആക്ക് വേണ്ടാഞ്ഞിട്ട് എന്നെക്കൊണ്ട് കുടിപ്പിച്ച് തീർപ്പിക്കണത്. അതിൻ്റെ രംഗാണ് ഈ കാണുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും മോശമായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ആയ സമയത്ത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് നമ്മൾ അധികം റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഫുഡ് കഴിക്കുക. ഇവിടുന്നൊക്കെ നമ്മൾ പലതും കഴിക്കും, പിന്നെ നമ്മൾ റൂമിൽ കൊണ്ടുപോയിട്ട് ഫുഡ് കഴിക്കും. ഇതൊക്കെ പല ചിക്കൻ്റെ പല വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ. ഇത് പിന്നെ ഇത് ചിക്കൻ ടിക്ക ഉണ്ട്, അതുപോലെ തന്നെ ഇത് പൊറാട്ട ഉണ്ട്, പല ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, അസ്സലാമു അലൈക്കും.